മതപരമായ നമ്മുടെ അവകാശത്തെ എടുത്തു നീക്കാൻ രാഷ്ട്രീയം കൊണ്ടാണ് കളിക്കുന്നത്. അതിനെ എതിർക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 5 മുസ്ലിം എംപിമാർ മുസ്ലിം ലീഗിൽ നിന്ന് ശക്തമായിട്ട് അവിടെയുണ്ട്. അത് നമ്മുടെ രാഷ്ട്രീയമായ കരുത്തിന്റെ പിൻബലം തന്നെയാണെന്ന് മനസ്സിലാക്കണം നിങ്ങൾ. പക്ഷെ JPC എടുത്തപ്പോൾ അതിൽ നിന്ന് ഒരാളെ പോലും മൂടിയെടുത്തില്ല. എന്താ കാരണം? നേരെ മറിച്ച് ഒരാൾ മാത്രമുള്ള അസദുദ്ദീൻ ഉവൈസി എടുത്തു. എന്താ കാര്യം? അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് 5 പേരുള്ള മുസ്ലിം ലീഗിൽ നിന്ന് ഒരാളെയും എടുക്കാതെ ഒരു മെമ്പർ മാത്രമുള്ള അസദുദ്ദീൻ ഉവൈസി എന്തുകൊണ്ട് എടുത്തു? അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് മനസ്സിലാവും. അയാൾ BJPയോട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാണ്. 5 എംപിമാരുള്ള ലീഗിൽ നിന്ന് ഒരാളെയും എടുക്കാതെ ഈ ഒരാൾ എടുക്കുമ്പോൾ മനസ്സിലാക്കണം, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സമൂഹത്തെ വഞ്ചിക്കുന്ന രാഷ്ട്രീയക്കാരനാണ്. അയാൾക്കെതിരെ ഒരു ഈടിയും വരൂല. ഞാനതിലേക്ക് പോകുന്നില്ല. പക്ഷെ നമുക്കിത് ബുദ്ധിപൂർവ്വം മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ കാര്യത്തിന് നമ്മൾ ഈ മതപരമായ വിഷയത്തിന് ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടി വരും. ഇനി മറ്റൊരു ഉദാഹരണം നോക്ക് നിങ്ങൾ. ഇപ്പൊ കോവിഡ് വന്നപ്പോൾ മയ്യത്തുകൾ 10 അടി താഴ്ചയിൽ JCB ഉപയോഗപ്പെടുത്തി കുഴിച്ചിട്ട് മറവ് ചെയ്യാൻ ഉത്തരവിട്ടു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് പോലും ഇല്ലാത്ത നിയമ കേരള ഗവൺമെന്റ് കൊണ്ടുവന്നത്. പല സ്ഥലത്തും അങ്ങനെ ഇല്ല. പക്ഷെ നമ്മളത് ബന്ധപ്പെട്ട് രാഷ്ട്രീയമായി തന്നെ ബന്ധപ്പെടേണ്ടവർ ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധമുണ്ടായി. മയ്യത്ത് കാണാൻ പാടില്ല എന്ന അവസ്ഥയിൽ നിന്ന് മാറി. കുഴിയുടെ ആഴം കുറഞ്ഞു. ഒക്കെ കുറഞ്ഞത് എങ്ങനെയാ? ഇടപെടലുകൾ കൊണ്ടാണ്. അപ്പൊ ഒരു സംഗതി രാജ്യത്ത് രാഷ്ട്രീയപരമായി നേരിടേണ്ടി വന്നാൽ രാഷ്ട്രീയമായി തന്നെ സംഘം ചേർന്ന് നിൽക്കേണ്ടി വരും. ഇപ്പൊ ഇസ്ലാമിക ശരീഅത്തിനെ ചോദ്യം ചെയ്യുന്നൊരു അവസ്ഥ ഇനിയിപ്പോൾ അഥവാ ഏക യൂണിഫോം സിവിൽ കോഡ് വരുവാന്നിരിക്കാം. ഇനിയിപ്പോൾ അടുത്തതാ വരിക. ഈ വഖഫ് ബില്ല് അവർ വിജയിപ്പിച്ചെടുത്താൽ അടുത്ത ടെസ്റ്റ് യൂണിഫോം സിവിൽ കോഡ്, ഏക സിവിൽ കോഡായിരിക്കും. ഏക സിവിൽ കോഡ് വന്നാൽ മൊത്തം ബാധിക്കുമായി. ഏക സിവിൽ കോഡ് വന്നാൽ നമുക്ക് എന്താ ബാധിക്കാന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അറിയാത്തതുകൊണ്ടാണ്. ആദ്യം ബാധിക്കാൻ എന്താണെന്നറിയോ? ഇപ്പോൾ തന്നെ ഈ ഭൂമിയിൽ മയ്യത്ത് വെക്കുന്നതിനെ എതിർക്കുന്നൊരു വലിയ വിഭാഗമുണ്ട്. മുസ്ലിങ്ങളും പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുമാണ് അങ്ങനെ ചെയ്യുക. സവർണ്ണ വിഭാഗം കത്തിച്ചു കളയലാണ്. നമുക്കാണെങ്കിൽ ഇത് പറ്റൂല. ആദ്യം വരുന്ന ഉത്തരവാദിയായിരിക്കും, ഒരിക്കലും ഒരു മൃതദേഹം ഭൂമിയിൽ മറവ് ചെയ്യാൻ പാടില്ല. അത് പ്രകൃതിപരമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ദഹിപ്പിച്ച് കളയണമെന്നായിരിക്കും. നമുക്ക് പറ്റുമോ? മതപരമായ വിഷയത്തിലേക്ക് രാഷ്ട്രീയ തീരുമാനം കയറി വരിക ചെയ്യാം. നമ്മൾ അടങ്ങിയിരുന്നാലും മതത്തിലേക്ക് രാഷ്ട്രീയം എങ്ങോട്ട് വരും? അപ്പോൾ നമുക്കൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടാവുകയും നമ്മുടെ അന്തസ്സിനെയും അഭിമാനത്തെയും ഇസ്സത്തിനെയും ചോദ്യം ചെയ്യുമ്പോൾ അതിനെ ചെറുക്കാൻ നമ്മൾ മുന്നോട്ട് വരികയും ചെയ്താൽ പ്രശ്നം ഉണ്ടാവില്ല. അതിന് നമുക്ക് ശക്തമായൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയണം. കാരണം നമ്മളിവിടെ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന എന്തിനാ? ഐഡന്റിറ്റി ബേസ്ഡ് ആണ്. നമ്മളൊക്കെ എപ്പോഴും പറയാറുള്ളതും ചിന്തിക്കാറുള്ളതും നമ്മുടെ നിലനിൽപ്പാണ്. നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കിവിടെ സുഖമായിട്ട് ജീവിക്കാൻ കഴിയണം. അക്രമവും ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. പള്ളികൾ പൊളിക്കുന്നുണ്ട്, അവർക്ക് കച്ചവടം ചെയ്യാൻ അവസ്ഥയില്ലാതാക്കുന്നുണ്ട്, ഒരുപാട് പീഡനങ്ങൾ അവർക്കുണ്ട്. ഇതൊക്കെ ശരിയാണ്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ വളരെ പെട്ടെന്ന് ഇല്ലായ്മ ചെയ്യാൻ കഴിയും. നമ്മുടെ ഭൗതികമായ പ്രശ്നങ്ങളെ നമുക്ക് വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയും. നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാൻ, ഇന്ത്യയിലെ മൊത്തം മുസ്ലിങ്ങൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാൻ, അഥവാ അസ്തിത്വ സംരക്ഷണം എളുപ്പത്തിൽ കഴിയും. വ്യക്തിത്വ സംരക്ഷണമാണ് പ്രയാസം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല. അസ്തിത്വ സംരക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പരിക്കേൽക്കാതെ ജീവിക്കല്ല വേണ്ടത്. അത് വളരെ പെട്ടെന്ന് കഴിയും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ നമ്മളെല്ലാവരും കൂടി ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യ ഭരിക്കുന്ന BJPയെ പിന്തുണക്കാനും നമ്മളൊക്കെ BJPക്കാരാകാനും തീരുമാനിച്ചാൽ നമുക്ക് എന്ത് കുഴപ്പമാണ് നാളുണ്ടാവുക? ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് നമ്മളെ പരിഗണിക്കും. എല്ലാവർക്കും കൂടി അബ്ദുള്ള കുട്ടിയായാൽ മതിയല്ലോ. അബ്ദുള്ള കുട്ടി ഇപ്പോൾ അവരുടെ തെറ്റിലാണ്, അത് വേറെ കാര്യം. ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും കൂടി ഭരിക്കുന്ന പാർട്ടിയെ പിന്തുണക്കാൻ തീരുമാനിച്ച പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഐഡന്റിറ്റി പോകും. അപ്പൊ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട്, ഐഡന്റിറ്റി ബേസ് ചെയ്തുകൊണ്ട് വേണം നമുക്കിവിടെ നിലനിൽക്കാൻ. എന്ന് പറഞ്ഞാൽ മുസ്ലിം ഇസ്സത്തോടെ നിലനിൽക്കണം. ഹോണറബിൾ എസൻസസ് എന്ന് തന്നെ പറയാം. കൈതമരത്ത് പറഞ്ഞ വാക്ക്. നമുക്കിവിടെ നിലനിന്നാ പോരാ, നമ്മുടെ അന്തസ്സിന് നിലനിൽക്കണം. അപ്പൊ നമ്മുടെ ശരീഅത്ത് ഇവിടെ നിലനിൽക്കണം, നമ്മുടെ സംസ്കാരം ഇവിടെ നിലനിൽക്കണം. നമ്മുടെ ഈ വേഷത്തോടു കൂടി തന്നെ നമുക്ക് രാജ്യത്ത് മുന്നോട്ട് പോകാൻ കഴിയണം. നമ്മളെ പ്രാന്തവൽക്കരിക്കാൻ പാടില്ല. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഈ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അത് നിർവഹിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ നോക്ക്. അത് നിർവഹിച്ച രീതിശാസ്ത്രം നോക്ക് നിങ്ങൾ. ഒരു അമുസ്ലിമിനെയും വേദനിപ്പിച്ചുകൊണ്ടല്ല നമ്മൾ ഈ ഇസ്സത്ത് നേടിയെടുത്തത്. ഒരു അമുസ്ലിമിനും പ്രയാസമുണ്ടാകുന്ന മാർഗം സ്വീകരിച്ചുകൊണ്ടല്ല മുസ്ലിം ലീഗ് ഇവിടെ എത്തിയത്. എല്ലാ വിഭാഗത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലും അമുസ്ലിങ്ങൾ ഉണ്ടാവും.
ഒരു പ്രയാസം നമുക്കില്ല. എന്താ കാരണം? സഹകരിക്കാം, ഒരുമിച്ച് നിൽക്കാം, കൊമ്പ് കോർക്കേണ്ട ഒരു കാര്യമല്ല. ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ജനസമൂഹം എല്ലാവരോടും സഹകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. പൊതുസമൂഹത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാ വിഭാഗത്തോടുമുള്ള ജീവിത രീതി എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു കരാർ വ്യവസ്ഥ പോലും ഉണ്ടാക്കുമ്പോൾ അവൻ അന്യജാതിക്കാരനാണ് എന്നുള്ള കാഴ്ചപ്പാടുണ്ടാകാൻ പാടില്ല. ഇസ്ലാമിന്റെ ഒരു സവിശേഷതയാണ്. അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഉദാഹരണം, ബദർ ഇസ്ലാമിന്റെ ഏറ്റവും കഠിനമായ ഒരു യുദ്ധമാണ്, ആദ്യത്തെ യുദ്ധമാണ്. ബദർ യുദ്ധത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, 13 കൊല്ലക്കാലം മുസ്ലിങ്ങൾ സഹിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവർ വളരെ പ്രയാസത്തോടുകൂടി സഹിച്ചിട്ട് തിരിച്ചവർക്ക് ഒരു പ്രതിരോധം തീർക്കാൻ അവസരം അല്ലാഹു കൊടുത്ത ഉദിനലില്ലദീന യുഖാതലൂന ബി അന്നഹും ദുലിമൂ എന്നൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മുസ്ലിങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ആദ്യമായിട്ടൊരു സായുധ സമരത്തിന് വരികയാണ്. ഫസ്റ്റ് സമരം. അതിന് മുമ്പ് അങ്ങനെ ഒരു സമരം ചെറുതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു കൃത്യമായ യുദ്ധം ഉണ്ടായിട്ടില്ല. ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സ്വഹാബത്തിനൊക്കെ അമിത താല്പര്യമാണ്, ഭയങ്കര താല്പര്യം. ബദറിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ആവേശമാണ്. ഇതുവരെ അടിച്ചമർത്തപ്പെട്ടവർക്കെതിരെ ഒരു പ്രതിരോധം തീർക്കാൻ അവർ വളരെ താല്പര്യത്തോടെ നിൽക്കുന്ന സമയത്ത് ചരിത്രത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചരിത്രത്തിൽ. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് പറയേണ്ടത് വേറെ കാര്യം. ഹുദൈഫ റളിയല്ലാഹു തആല പിതാവ് യമാൻ, ഇവർ രണ്ടുപേരും അന്ന് മക്കയിൽപ്പെട്ടു. മക്കയിൽപ്പെട്ടപ്പോൾ ശത്രുക്കൾ അവരെ പിടിച്ചു വെച്ചു. ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മക്കയിൽ പോയതാണ്. ആ സമയത്താണ് ഈ ബദർ യുദ്ധത്തിന്റെ ആരംഭം വരുന്നത്. അവരെ മദീനയിൽ ശത്രുക്കൾ തടഞ്ഞു വെച്ചു. താരീഖിൽ ഈ സംഭവം വ്യക്തമായി പറയുന്നുണ്ട്. അവരെ അവിടെ പിടിച്ചു വെച്ച സന്ദർഭത്തിൽ അവരുടെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹം, എല്ലാ സ്വഹാബത്തിനെയും പോലെ യുദ്ധത്തിനെത്തണം, ആ യുദ്ധത്തിൽ പ്രവാചകരെ സഹായിക്കണം, ബദറിൽ പങ്കെടുക്കണം, അതിന്റെ പവിത്രത നേടണം. വലിയ ആഗ്രഹമല്ലേ? ഏതൊരു വ്യക്തിക്കും അതുണ്ടാവും. നമ്മൾ തന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും അത് ഒരു ഇസ്ലാമിന്റെ പ്രഥമ ധർമ്മ സമരമാണ്. അങ്ങനെ അവര് ഈ ഖുറൈശികളോട് പറഞ്ഞു, ഞങ്ങളെ വിട്ടുതരണം, എന്ത് വേണമെങ്കിലും ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. ഇവരാണെങ്കിലോ എന്തു കൊടുത്താലും വിടാൻ തയ്യാറല്ല. പണം കൊടുത്താലും എന്തു കൊടുത്താലും ശരി ഇവർ വിടൂല. അവസാനം ഇവർ ചോദിച്ചു, എന്താ നിങ്ങളെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങളെ വിട്ടാൽ നിങ്ങൾ മദീനയിൽ ചെന്ന് മുഹമ്മദ് നബിയെ സഹായിക്കും, യുദ്ധത്തിൽ അദ്ദേഹത്തെ സഹായിക്കും, ഞങ്ങൾക്ക് എതിരാണത്. അതുകൊണ്ട് രണ്ടുപേരെങ്കിലും അങ്ങോട്ട് പോകുന്നത് തടഞ്ഞു ഇവിടെ നിർത്തി യുദ്ധം കഴിഞ്ഞിട്ട് വിടാം, വേറെ പ്രശ്നമൊന്നും ഞങ്ങൾക്ക് നിങ്ങളോടില്ല എന്നുള്ളതാണ് സമീപനം. ഇവർക്കാണെങ്കിലോ യുദ്ധത്തിന് പോകലാണ് ഇവരെ താല്പര്യം. അവസാനം ഇവർ തമ്മിൽ വാക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി എന്ത് പറഞ്ഞിട്ടും സമ്മതിക്കില്ല. അവസാനം ഖുറൈശികൾ ഇവർ വല്ലാതെ അഭ്യർത്ഥിച്ചപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുറൈശികൾ പറഞ്ഞു, നിങ്ങൾ അവിടെ മദീനയിൽ ചെന്നിട്ട് ഈ യുദ്ധത്തിൽ മുഹമ്മദ് നബിയെ സഹായിക്കുകയില്ല, യുദ്ധത്തിന് ഇറങ്ങുകയില്ല എന്ന് സത്യം ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങളെ വിടാന്ന് പറഞ്ഞു. അപ്പൊ അമുസ്ലിങ്ങളായ ഇസ്ലാമിന്റെ ശത്രുക്കളായ ഖുറൈശികളല്ലേ, അവരോട് അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടെങ്കിൽ യുദ്ധത്തിൽ പോയി കൂടണം എന്നാണ് അവരെ താല്പര്യം. അമുസ്ലിങ്ങളല്ലേ, അവരോട് അങ്ങനെ പറയാലോ. ഒരു സത്യം ചെയ്തു, ശരി ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങളൊന്ന് വിട്ടു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വിട്ട് നേരെ ഇവർ മദീനയിൽ ആ യുദ്ധത്തളത്തിലേക്ക് ഓടിയെത്തി പരിശുദ്ധ പ്രവാചകരെ കാണുന്ന രംഗം ചരിത്രത്തിലുണ്ട്. നബി തങ്ങളോട് പറഞ്ഞു, അവര് കാരണങ്ങളൊക്കെ പറഞ്ഞു. കാരണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ യുദ്ധത്തിന് വേണ്ടി മാത്രം വന്നതാ, പക്ഷെ ഞങ്ങൾ ഈ യുദ്ധത്തിന് ഇറങ്ങുകയില്ല എന്നൊരു സത്യം ഈ ഖുറൈശികളോട് ചെയ്തിട്ടുണ്ട്. അവരാ മുസ്ലിങ്ങളാണല്ലോ, അവരോട് യുദ്ധം ചെയ്യൽ നമ്മുടെ കടമയുമാണല്ലോ ഇപ്പോൾ. അപ്പൊ അങ്ങനെ ഒരു വാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, ആ മുസ്ലിങ്ങളോട് നിങ്ങൾ അങ്ങനെ വാക്ക് കൊടുത്തു. നബി തങ്ങൾ അവരോട് പറഞ്ഞ വാക്ക്, അതാണ് ഇസ്ലാമിന്റെ ക്രെഡിബിലിറ്റി. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കെന്താ അറിയോ? അവരോട് കൊടുത്ത വാക്ക് പാലിക്കണം, നിങ്ങൾ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങരുത്. നഫീ ബിഅഹ്ദിഹി, അവർക്ക് കൊടുത്ത വാക്ക് നമുക്ക് പാലിക്കണം. വനസ്തഈനു അലൈഹിം ബില്ലാഹ്, അവർക്കെതിരെ നിങ്ങൾ അള്ളാഹുവിന്റെ സഹായം തേടി. അതാ യുദ്ധം ജയിക്കാൻ ദ്വാരന്നോ കളത്തിലേക്ക് ഇറങ്ങണ്ട, മാറ്റി നിർത്തി. എന്തേ കാര്യം? കരാറ് പാലിക്കണം. ഇസ്ലാമിന്റെ ശത്രുക്കളായ ഖുറൈശികളോടാണ് ഈ കരാർ, എന്നിട്ടും അത് പാലിക്കാനാ പറഞ്ഞത്. അതാണ് ഇസ്ലാം, അതാണ് മുസ്ലിം. ആ മുസ്ലിം ഒരു സംഘർഷത്തിന്റെ പാത സ്വീകരിച്ചുകൊണ്ടുമല്ല ഇവിടെ എത്തിയത്, മാന്യതയുടെ പാത സ്വീകരിച്ചുകൊണ്ടാണ്. ക്രെഡിബിളാണ് മുസ്ലിം. അങ്ങനത്തെ മുസ്ലിങ്ങൾ ഇവിടെ ഈ സംഘശക്തി കൊണ്ട് നേടിയെടുത്തത് എന്തെന്നുള്ള ചോദ്യത്തിന്റെ ഒന്നാമത്തെ മറുപടി, ഇന്ന് ഇന്ത്യയിൽ ഏകദേശം ഒരു 25 കോടി മുസ്ലിങ്ങളിൽ അധികം ഉണ്ടാവും. 20 കോടി എന്നൊക്കെ നമ്മൾ വെറുതെ പറയാം. 25 കോടിയിലധികം മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട്, ഉറപ്പാണത്. ശരിയായ ഗാനശമേരി നടന്നാൽ അത് അതിനേക്കാൾ കൂടും. ആ 25 കോടിയിൽ 1 കോടി മുസ്ലിമേ കേരളത്തിലുള്ളൂ. 1 കോടി തന്നെ തികയില്ല, അത് വേറെ കാര്യം. എന്നാൽ 1 കോടി എന്ന് നമുക്ക് സൗകര്യത്തിന് പറയാം. 24 കോടി മുസ്ലിങ്ങളും കേരളത്തിന്റെ പുറത്താണ്. ആ 24 കോടിയും അനുഭവിക്കാത്ത
കെട്ടുറപ്പും ഭദ്രതയും അവകാശബോധവും അന്തസ്സും ഈ 1 കോടിയിൽ താഴെയുള്ള നമ്മൾ അനുഭവിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ സംഘശക്തി തന്നെയാണെന്ന് പറയേണ്ടി വരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അതിപ്രധാനമായ കാര്യം, ഇങ്ങനെ ഒരു നേതൃത്വത്തിൻ്റെ പിന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ ജമാഅത്ത് അഥവാ ഈ സംഘശക്തി എത്രത്തോളം പ്രധാനമാണെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. വളരെ ഗൗരവത്തിലൊരു നിർദ്ദേശം ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതീഉല്ലാഹ വ അതീഉർ റസൂല വ ഉലിൽ അംരി മിൻകും. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരെയും അനുസരിക്കണം, നിങ്ങളെ കാര്യകർത്താക്കളെയും അനുസരിക്കണം എന്നാണ്. കാര്യകർത്താക്കൾ എന്ന് പറയുമ്പോൾ കാദിമാർ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ള ആളുകൾ ഉമറ അതിൽ പെടുമെന്നാണ് മഹാന്മാർ പറയുന്നത്. തഫ്സീറിലുണ്ട്, ഉമറ അതിൽ പെടും. ഉമറ, അപ്പൊ നമ്മളെ നയിക്കുന്ന ഉമറാക്കൾ അതിൽ പെടും എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എത്ര, അത് നമ്മൾ ചിന്തിക്കണ്ടേ. ആ ഉമറാക്കൾ, അവിടെ ഇസ്ലാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സംഘമായി നിൽക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊരു ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും വരികയാണെങ്കിൽ എത്ര ഗൗരവത്തോടു കൂടിയാണ് അവരെ ഇസ്ലാം കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ അതാക്കും, നിങ്ങളെ കൂട്ടത്തിലേക്ക് ഒരാൾ വന്നു, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ ഇങ്ങനെ ചെയ്തു, എങ്ങനെ, വ അംറുക്കും ജമീഉൻ അലാ റജുലിൻ വാഹിദിൻ, ഒരു നേതാവിന്റെ കീഴിൽ നിങ്ങൾ സംഘമായി ഒരുമിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ, ആ ഹദീസിന്റെ പശ്ചാത്തലം മനസ്സിലാക്കണം. ഒരു നേതാവിന്റെ കീഴിൽ നിങ്ങൾ സംഘമായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഒരാൾ നിങ്ങൾക്കിടയിലേക്ക് വന്നു, യുരീദു അൻ യശുക്ക അസ്വാക്കും, നിങ്ങളുടെ ഐക്യം പിളർക്കാൻ വേണ്ടി, ചീന്താൻ വേണ്ടി. നിങ്ങളുടെ വടി ചീന്തുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരുമയുടെ ആ വലിയ പാശത്തെ ഭിന്നമാക്കാൻ അല്ലെങ്കിൽ ഛിന്ന ഭിന്നമാക്കാൻ ഒരാൾ വന്നാൽ, ഔ യുഫർരിക ജമാഅത്തക്കും, ഒന്നുകൂടി വിശദീകരിച്ച ഹദീസ് തന്നെ പറഞ്ഞു, നിങ്ങളുടെ സംഘത്തെ പിളർക്കാൻ വേണ്ടി ഒരാൾ വന്നാൽ, ഇതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് ഭിന്നത ഉണ്ടാക്കാൻ, തമ്മിലടിപ്പിക്കാൻ, നമ്മളെ അകറ്റാൻ ആരെങ്കിലും വന്നാൽ ഫഖ്തുലൂഹു, എന്താ അതിന്റെ അർത്ഥം? ഇസ്ലാമിക രാജ്യത്തെ നടക്കുള്ളൂ, ജനാധിപത്യ രാജ്യത്തെ പറ്റൂല, അവനെ നിങ്ങൾ വധിച്ചു കളയണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളെ വധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയ ഗൗരവമുള്ള കാര്യമാണത്. നബി തങ്ങൾ ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച പ്രവാചകരാണ്. ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞ് സമാധാനം മാത്രം പറഞ്ഞ് സൗഹൃദം മാത്രം പറഞ്ഞ പരിശുദ്ധ പ്രവാചകർ, ജീവികളോട് പോലും കരുണ കാണിച്ച നബിതങ്ങൾ. ആ നബിതങ്ങളാണ് പറഞ്ഞത് ഫഖ്തുലൂഹു. ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് മറ്റൊരിക്കൽ നബിതങ്ങൾ പറഞ്ഞു, മൻ അറാദ അൻ യുഫരിക അംറ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് ഒരുമിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇതിൽ പിളർപ്പുണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും ശരി, വഹിയ ജമീഉൻ, ഈ ഉമ്മത്ത് ഒന്നിച്ചു നിൽക്കുമ്പോൾ, ഈ ഉമ്മത്ത് ഒന്നിച്ചു നിൽക്കുമ്പോൾ അതിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ആരെങ്കിലും വന്നാൽ ഫദ്രിബൂഹു ബിസൈഫി, അവനെ വാളുകൊണ്ട് കൈകാര്യം ചെയ്യണം. കാഇനം മൻ കാൻ, അവൻ ആരാണെങ്കിലും ശരി. ഇവിടെ പറ്റില്ല, നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ജനാധിപത്യ രാജ്യത്ത് ഭരണകൂടം നടപ്പാക്കേണ്ടതാണ്, ഭരണകൂടം നടപ്പാക്കേണ്ട കാര്യമാണ്. നമ്മൾ വ്യക്തികൾ നടപ്പാക്കേണ്ടതല്ല, കലാപത്തിന് ആഹ്വാനം ചെയ്തതല്ല ഇസ്ലാം. ഒരു സമൂഹത്തിൽ മാന്യമായൊരു ഭരണ സംവിധാനം നിലനിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു നേതാവിന്റെ പിന്നിൽ, ഇപ്പൊ കണ്ടില്ലേ, നമ്മളൊക്കെ പാണക്കാട് കുടുംബത്തിന്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം അംഗീകരിക്കുന്ന ആൾക്കാരാണ്. അതിനെ ഭിന്നമായി സമൂഹത്തിൽ ചിത്രീകരിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ ഈ ഒരുമ നശിക്കുകയാണെന്ന ബോധത്തോടു കൂടിയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറയാൻ കാരണം. നബി തങ്ങൾ അങ്ങനെ പറയാൻ കാരണം അതാണ്. കാരണം ഒരുമ നശിച്ചാൽ സമൂഹത്തിൽ ഒരുപാട് നാശങ്ങളും നട്ടങ്ങളും വരും. നമ്മുടെ നേതൃത്വത്തിൽ നിന്ന് പോലും നോക്ക് നിങ്ങൾ, മൻ റആ മിൻ അമീരിഹി ഷൈഅൻ യക്റഹുഹു, നമ്മളെ നയിക്കുന്ന നേതാവിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യം വന്നു എന്നിരിക്കുക. ചിലർക്ക് ചിലത് ഉൾക്കൊള്ളാൻ കഴിയും, ചിലർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് ശരിയായില്ല, തെറ്റായി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് വന്നാലും ശരി, ഫൽ യസ്ബിർ അലൈഹി, നിങ്ങൾ ക്ഷമിച്ച് നിൽക്കാണ് വേണ്ടത്. അതിന്റെ പേരിൽ സംഘടനയിൽ കലാപം ഉണ്ടാക്കാൻ പാടില്ല. അതിന്റെ പേരിൽ കലാപം ഉണ്ടാക്കരുത്. നിങ്ങളത് ക്ഷമിച്ചു നിൽക്കണം എന്ന് പറഞ്ഞാൽ സഹനത്തോടെ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഫഇന്നഹു മൻ ഫാറക്കൽ ജമാഅത, സംഘത്തെ തകർക്കാനും പൊളിക്കാനും ഒരാൾ ശ്രമിച്ച് ഇത് കാരണമാക്കിയാൽ ഫമാത ഇല്ലാ മാത മീതതൻ ജാഹിലിയ, അവൻ ജാഹിലിയ മരണം പ്രാപിക്കും എന്ന് പറഞ്ഞതിന്റെ ഗൗരവം എന്താ? അവൻ ഈമാൻ കിട്ടാതെ മരിച്ചു പോകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസം എന്നുള്ള ഭാഗം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഹദീസ് പറഞ്ഞത്. ഒരു സംഘത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന വലിയ വിഷയം തന്നെയാണ്. എന്നാ പിന്നെ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുക? അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ചെയ്യേണ്ടത് രഹസ്യമായി ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം.
പരസ്യമായി പറയാൻ പാടില്ല. അതൊക്കെ ഇസ്ലാം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത് ഇസ്ലാം? കൃത്യല്ലേ? ഏതൊരു വിഷയത്തെ നോക്കും നിങ്ങൾ, മൻ അറാദ അൻ യൻസ ലിദീ സുൽത്താനിൻ, നേതൃരംഗത്തിൽ നിൽക്കുന്ന അധികാരം കയ്യിൽ വെച്ചിരിക്കുന്ന സുൽത്താൻ എന്ന് അത്ര കണക്കാക്കിയാൽ മതി. ഇസ്ലാമിക രാജ്യത്തെ ഭരണാധികാരം ഒന്നും കണക്കാക്കണ്ട. നമ്മുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സൽത്തനത്ത് അഥവാ ഒരു സംഘത്തിന്റെ അധികാരം കൈവശമുള്ള ഒരാളിൽ കാണുന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾ അദ്ദേഹത്തോട് എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫലാ യുബ്ദിലഹു അലാനിയത്തൻ, പരസ്യമായിട്ട് ഇടപെടാൻ പാടില്ല. ആ അമീറിന്റെ വ്യക്തിത്വത്തെ നശിപ്പിക്കുന്ന തരത്തിൽ പരസ്യമായി ഇടപെടാൻ പാടില്ല. ഇപ്പൊ നിങ്ങളെ പഞ്ചായത്തിലെ പ്രസിഡന്റ് ആവട്ടെ, പഞ്ചായത്തിന്റെ നേതാവാകട്ടെ, നിങ്ങളെ പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവട്ടെ, അയാളിൽ നിങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഒന്നിൽ പരസ്യമായി ഇടപെടലല്ല വേണ്ടത്. പിന്നെന്താണ് വേണ്ടത്? വളരെ കൃത്യമായി ഇസ്ലാം പറയുന്നുണ്ട്, വലാകിൻ ഉഖദ് ബിയദിഹി, അയാളെ കയ്യിന് പിടിച്ചോ, അയാളെ പോയിട്ട് കൈ പിടിക്കുക. അയാളെ കൈ പിടിച്ചിട്ട് നിങ്ങൾ അയാളെ മാറ്റി നിർത്തിയിട്ട് ഫയഖ്ലു ബിഹി എന്ന ഹദീസ്. എന്താ അതിന്റെ അർത്ഥം? മാറ്റി നിർത്തുക എന്നതിന്റെ അർത്ഥം. എങ്ങനെ? ഒറ്റക്കൊരു മൂലയെ കൊണ്ടുപോയിട്ടോ അല്ലെ ഒറ്റക്ക് വീട്ടിൽ ചെന്നിട്ടോ അയാളെ കൈ പിടിച്ചിട്ട് അയാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ആ ചെയ്ത സംഗതി അങ്ങനെ അല്ലല്ലോ വേണ്ടത്, ഇങ്ങനെയല്ല വേണ്ടത്, എൻ്റെ അഭിപ്രായം എങ്ങനെയാണ്, ആൾക്കാർ ഇങ്ങനെയാ പറയുന്നത് എന്ന് പറഞ്ഞ് ഒരു പ്രശ്നമായി അതിന് ആളുകളെ കൂട്ടിച്ചേർക്കുന്നതിന് പകരം ഒറ്റക്ക് ചെന്ന് നല്ല നിലക്ക് കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുക. ഫൈൻ ഖബില മിൻഹു, അതവൻ സ്വീകരിക്കണം, ഫദാക്ക, നല്ല കാര്യമാണ്. വ ഇല്ല കാന ഖദ് അദ്ദല്ലദി അലൈഹി, അത് സ്വീകരിക്കപ്പെട്ടില്ലെങ്കിൽ നമ്മളെ കടമ നമ്മൾ നിർവഹിച്ചു എന്നെങ്കിലും പടച്ച റബ്ബിനോട് പറയാൻ പറ്റും. അതിന്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടാക്കി ഉമ്മത്തിന്റെ ഐക്യം തകർക്കരുത്. അത്രമാത്രം ഐക്യത്തിന് പ്രാധാന്യമുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ എന്ത് പ്രാധാന്യമുണ്ട് ഇതിന്? നമ്മുടെ സമൂഹത്തിൽ ഒരു വിള്ളലില്ലാതെ നോക്കാനുള്ള ശ്രമമാണ് നമ്മൾ ശരിക്കും നടത്തുന്നത്. ഒരു വിള്ളലും ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല, ഒരു വിള്ളലും ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ വിശദീകരിക്കുന്നിടത്ത് ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്, ലൈസ മിൻ മൻഹജി സലഫി അത്തശ്ഹീറു ബിഉയൂബിൽ ഉലാത്ത്. എന്താണ് ഇന്നിപ്പോ എന്തൊക്കെ നടക്കുന്നത് ഇവിടെ? ഈ പറഞ്ഞ എന്താ? നമ്മുടെ പൂർവികന്മാരുടെ നടപടിക്രമത്തിൽ പെട്ടതല്ല നേതൃരംഗത്ത് നിൽക്കുന്നവർക്കെതിരെ വൃത്തികേട് പ്രചരിപ്പിക്കൽ. അങ്ങനെ തന്നെ പറഞ്ഞു. വദിക്റുദാലിക അലൽ മനാബിർ, അത് കേറിയിട്ട് സ്റ്റേജുമ കയറി പറയലും പണ്ടില്ല, അത് പറയലില്ല. അങ്ങനെ നിങ്ങൾ തുടങ്ങിയാൽ അനുസരണ എന്ന് പറയുന്നൊരു സംഗതി സമൂഹത്തിൽ ഇല്ലാതായി പോകും. നേതാവ് ഉണ്ടാവില്ല, പിന്നെ അനുസരിക്കാൻ ആളുണ്ടാവില്ല. എല്ലാവരും കയറി പറയാൻ തുടങ്ങും, ഒരു വിഷയം തീർക്കാൻ ആളുണ്ടാവില്ല. അപ്പൂപ്പന്താടി പോലെ പറന്നു നടക്കുന്ന ഒരു കൂട്ടമായി നമ്മൾ മാറും. നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പറ്റിയ കുഴപ്പതാ. അവിടെ പണമുള്ളവരുണ്ട്, സൗകര്യമുള്ളവരുണ്ട്, എണ്ണ കൂടുതലുണ്ട് അവിടെ മുസ്ലിങ്ങൾ. ഒന്നും സംഭവിച്ചില്ല. എന്തേ കാര്യം? കാര്യം അത് തന്നെ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പാർലമെന്റിലേക്ക് കേരളത്തിൽ നിന്നാണ് 5 പേരെ പറഞ്ഞേക്കാൻ പറ്റിയത്. 15ഓളം നിയോജക മണ്ഡലങ്ങൾ ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമുണ്ട്. എന്തേ അവിടെ നിന്നും മുസ്ലിം പ്രതിനിധികൾ ജയിച്ചു പോകാതിരുന്നത്? എന്തേ അങ്ങനെ സംഭവിക്കാതിരുന്നത്? പഠിക്കും നിങ്ങൾ. ഐക്യം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന് നേതൃത്വമില്ലാത്തപ്പോൾ സംഭവിക്കുന്ന ഒരു മൂല്യച്യുതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത്. നമ്മുടെ ഒരു ഐക്യത്തിനും ഒരുമക്കും വേണ്ടി ശ്രമിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ അതിന് ചെവി കൊടുക്കലാണ് വേണ്ടത്. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി, അല്ലാഹുവും പരിശുദ്ധ പ്രവാചകനും കാണിച്ച മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കപ്പെട്ടാൽ യഹ്കുമ ബൈനഹും, അവർക്കെതിരെ വിധി കൽപ്പിക്കാനും തീരുമാനമെടുക്കാനും അവരുടെ പ്രശ്നത്തിൽ ഇടപെടാനും ഒരു രീതി ഇസ്ലാം അവലംബിച്ചാൽ അന്തഖൂലു സമിഅനാ വഅതഅനാ, ഞങ്ങളത് അംഗീകരിക്കുന്നു എന്ന് പറയുന്നവരാണ് ഈ സമൂഹത്തിന് ആവശ്യമുള്ളവർ. പരിശുദ്ധ ഖുർആൻ പറയണം. ഞാനതിന്റെ വ്യാഖ്യാനത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഈ പ്രക്രിയ എങ്ങനെയാ? അത് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തൊരു വിഷയത്തെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ടിടത്തെ ചർച്ച ചെയ്യാവൂ, പറയേണ്ടതേ പറയാവൂ, അതിലപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതാണ് ഇസ്ലാമിന്റെ താല്പര്യം. ആ താല്പര്യത്തിന് അപ്പുറത്തേക്ക് ഒരു കുട്ടിയും പോകാൻ പാടില്ല. തർക്കങ്ങൾ ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, ഒക്കെ സ്വാഭാവികമല്ലേ. വ്യക്തിപരമായ തർക്കങ്ങൾ അതൊക്കെ ഒരു നിമിഷം കൊണ്ട് തീരും. ഇപ്പൊ വയനാട്ടില് ദുരന്തബാധിത പ്രദേശത്ത് ചെന്ന് നോക്കുമ്പോൾ നിങ്ങളും പത്രത്തിൽ വായിച്ചില്ലേ എന്തൊക്കെ കാണാൻ കഴിഞ്ഞു. നാളെ കലക്ടർക്ക് കൊടുക്കാനുള്ള പരാതിയാണ് മണ്ണിന്റെ അടിയിൽ നിന്ന് കിട്ടിയത്. ഒരാളെ തെരഞ്ഞപ്പോ നാളെ കലക്ടർക്ക് കൊടുക്കാനുള്ള പരാതി. എന്താ വിഷയം? അതിന് തർക്കം. അയൽവാസി അതിന് കയ്യേറി, അയാൾ പരാതി കൊടുത്തു റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്, നീതി കിട്ടിയില്ല. കലക്ടർക്ക് കൊടുക്കാൻ നാളേക്കുള്ള പരാതി തയ്യാറാക്കി വെച്ചിരിക്കുക. അതാണ് ദുരന്തത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആ വീട്ടിൽ JCB ഉപയോഗിച്ച മറ്റും സൈനികർ പരിശോധന നടത്തുമ്പോൾ കിട്ടിയത്. വായിച്ചു നോക്കുമ്പോൾ മലയാളമാണ് അവർ വായിപ്പിച്ചു. കലക്ടർക്ക് കൊടുക്കാനുള്ള മലയാളത്തിലുള്ള പരാതി. ഇങ്ങനെ വായിക്കുമ്പോഴത്തെ അവസ്ഥ എന്താ? കയ്യേറിയ ആള് അയാളില്ല, ഭൂമിയുടെ ഉടമസ്ഥൻ അയാളും ഇല്ല, അതിരുമില്ല, ഒക്കെ ഒറ്റ രാത്രി കൊണ്ട് പടച്ച റബ്ബ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
പരാതി കൊടുക്കേണ്ട ആവശ്യമില്ല, അതിന് തന്നെ അവിടെ ഇല്ല. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതമൊക്കെ, അത്രയേ ഉള്ളൂ മനുഷ്യ ജീവിതം പൊതുവെ അത്രയേ ഉള്ളൂ. നമ്മൾ ജനിച്ചപ്പോൾ നമ്മളെ കുളിപ്പിച്ചത് നമ്മളല്ലല്ലോ, മരിക്കുമ്പോഴും കുളിപ്പിക്കുന്നത് നമ്മളല്ല. വയനാട്ടിൽ മരിച്ചാളെ നിലമ്പൂർക്കാരാണ് കുളിപ്പിക്കുന്നത്. അവിടെയൊക്കെ പോയി നോക്കിയാലൊരു അവസ്ഥ കണ്ടോ നിങ്ങൾ? 10 ലക്ഷത്തിൻ്റെ വീട്ടിലും 15 ലക്ഷത്തിൻ്റെ വീട്ടിലും താമസിച്ച ആൾക്കാരുണ്ട്. ഇപ്പോഴും അതിൻ്റെ ചുറ്റുവട്ടത്ത് വലിയ വലിയ വീടുകളുണ്ട്. ആ പൊട്ടിപ്പോയ സ്ഥലത്തിൻ്റെ സൈഡിൽ ഇപ്പോഴും വലിയ വലിയ വീടുണ്ട്. ആളവിടെ ഒഴിഞ്ഞു പോയിരിക്കുക. വലിയ വീട് 15-20 ലക്ഷം റുപ്യ വീട് അവിടെ പോയി നോക്ക്. ഞാൻ നേരെ പോയി കണ്ടതാണ്, നിങ്ങൾ കണ്ടോ? ചെറിയ ചെറ്റക്കുടിൽ ഷീറ്റിങ്ങനെ മറിച്ചിട്ട് ഓലിട്ടിട്ട് താമസിക്കുന്ന പാവപ്പെട്ട ഈ തേയില തൊഴിലാളികളുണ്ട് അവിടെ. 2 ലക്ഷത്തിൻ്റെ വീട്, 1 ലക്ഷത്തിൻ്റെ വീട്, അതിലും കുറഞ്ഞ ചെറ്റക്കുടിൽ വീട്. എല്ലാവരും ഏകദേശം 2 ദിവസം മുമ്പ് വരെ താമസിച്ചത് 1-2 ഹൈസ്കൂളുകളിൽ ഒരേ ബെഞ്ചും കൂടിയിട്ടാണ്. എല്ലാവരും 15 ലക്ഷത്തിൻ്റെ വീടുള്ളവനും ചെറ്റക്കുടിൽ ജീവിച്ചവനും ഒരേ രീതിയിലാണ് കിടന്നുറങ്ങിയത്. കുറച്ച് ആളുകൾ മാത്രമേ അപ്പുറം ബന്ധുവീട്ടിലേക്ക് മാറിയിട്ടുള്ളൂ. മനുഷ്യന്റെ അവസ്ഥ അത്രയുള്ളൂ. എന്നിട്ട് ഈ കൊമ്പ് കോർക്കുന്ന ഏർപ്പാട്, ഒന്നിച്ചു പോകുന്നതിന് പകരം ഭിന്നത ഉണ്ടാക്കുന്ന ഏർപ്പാട് എന്തിനാ സമൂഹത്തിൽ ചെയ്യുന്നത്? നേതൃത്വം എങ്ങനെയായിരിക്കണമെന്നും അണികൾ എങ്ങനെയായിരിക്കണമെന്നും ഇതെങ്ങനെ കൊണ്ടു നടക്കണമെന്നും അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ഷാഫി തങ്ങളെ ശക്തമായ നിർദ്ദേശം, ഒരു സംഘടനകൾ നിലനിർത്തുമ്പോൾ അതിന്റെ തലപ്പത്ത് വരുന്ന ആളുകൾ പാലിക്കേണ്ട ചില അദബുകൾ. ഇപ്പൊ നിങ്ങളൊക്കെ അതിന്റെ തലപ്പത്തുള്ള ആൾക്കാരാണ്. നിങ്ങൾ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരാണ്. മഹാനവറുകൾ പറഞ്ഞു, ആലാത്തു റിആസത്തി ഹംസത്തു എന്നാണ് പറഞ്ഞത്. നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം നേതൃസ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ. എന്തൊക്കെ ഇമാം ഷാഫി തങ്ങൾ ഒന്ന് പറഞ്ഞത് സിദ്ഖുൽ ലഹ്ജ, സത്യസന്ധത. സത്യസന്ധമായിരിക്കണം, കളവ് പ്രചരിപ്പിക്കരുത്, കളവ് എഴുതരുത്. എങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് 100 അഭിപ്രായം ഉണ്ടാകുന്നത് എങ്ങനെയാ? ഇപ്പൊ നിങ്ങൾ അവിടെ തന്നെ എവിടെ പറയലൊരു വിഷയത്തെക്കുറിച്ച് വാട്സപ്പിൽ കണ്ടു, ഒരു അഭിപ്രായം, പിന്നെ കണ്ടു അതിൽ 2 യോഗത്തിലും പങ്കെടുത്ത ആൾ എഴുതിയതും പിന്നെ കണ്ടു. അപ്പൊ ഒരു വിഷയത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ സത്യസന്ധത പാലിക്കുക. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ കടമ സത്യം മാത്രം പറയാം. എന്റെ പ്രസ്ഥാനത്തെ വിജയിച്ചിപ്പിച്ചെടുക്കാൻ ഞാൻ കളവ് പറയേണ്ട കാര്യമില്ല, സത്യം മാത്രം, സത്യസന്ധമായത്. സിദ്ഖുൽ ലഹ്ജ, നമ്മൾ എന്ത് വിഷയത്തിൽ ഈ സത്യസന്ധത പാലിക്കുക. ഒരു സംഘടനയെ വളർത്തിക്കൊണ്ട് അത് ആരോടാണെങ്കിലും ശരി ഇടപാട്. ഇപ്പം നേരത്തെ കണ്ട അമുസ്ലിങ്ങളോട് പോലും ഇടപാട് നടത്തുമ്പോൾ സത്യസന്ധത വേണം. ഹിന്ദുവാണ്, ക്രിസ്ത്യാനിയാണ്, ബുദ്ധനാണ്, ജൈനനാണ് എന്ന് കരുതി നമ്മൾ അവരോട് അനീതി കാണിക്കാൻ പാടില്ല. നമ്മളെ കൂട്ടത്തിൽ അമുസ്ലിം സുഹൃത്തുക്കളിൽ അവരോട് അനീതി കാണിക്കാൻ പാടില്ല. എല്ലാവർക്കും നീതി കൊടുക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. സിദ്ഖുൽ ലഹ്ജ. ഒരു സംഘടനയെ നയിക്കുന്ന ആളുകൾ, അത് പഞ്ചായത്ത് അല്ലെങ്കിൽ യൂണിറ്റ് ആരാവട്ടെ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ സത്യസന്ധമായിരിക്കണം. ഒക്കെ ക്രെഡിബിൾ ആയിരിക്കണം നേതാവ്. അയാളെ കണ്ടാൽ ആൾക്കാർ ഇങ്ങോട്ട് വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 35 വയസ്സുള്ള സമയത്താണ് കഅബ പുതുക്കി പണിയുന്നത്. കഅബാലയത്തിന്റെ പുതുക്കി പണിയിൽ കർമ്മത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഹജറുൽ അസ്വദ് എവിടെ വെക്കണം? ആ കുഴപ്പമായി, കുഴപ്പം മൂത്തു അടിയോടെ വക്കിലെത്തി. ഗോത്ര തർക്കമായി, വെട്ടും കുത്തും വരുന്ന ഉറപ്പായി. അങ്ങനെ വന്നപ്പോൾ അവർ ഒരു സൊല്യൂഷൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ, ആ വാതിൽ തുറന്ന് ഇങ്ങോട്ട് ആദ്യം വരുന്ന ആൾ ആരാണോ അയാളെ നമുക്ക് മധ്യസ്ഥനാക്കാം എന്ന് പറഞ്ഞു. അത് അംഗീകരിച്ചല്ലോ, ഇനി അടി വേണ്ടെന്ന് കരുതിയിട്ട്. അങ്ങനെ അവർ പ്രതീക്ഷിച്ചു. അപ്പൊ ആദ്യമായി ആ മസ്ജിദുൽ ഹറാമിലേക്ക് വാതിൽ വഴി, അവർ പറഞ്ഞ വാതിൽ വഴി കടന്നു വന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകരായിട്ടില്ല, 35 വയസ്സേ ആയിട്ടുള്ളൂ, പ്രവാചകരായിട്ടില്ല, പ്രവാചകത്വം കിട്ടിയിട്ടില്ല. അവരെ കൂട്ടത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടിയാണ്, ചെറുപ്പക്കാരനാണ്. ആ വരവ് കണ്ടതോടുകൂടി ഈ ഗോത്രതർക്കം നടത്തിയിരുന്ന എല്ലാ ആൾക്കാരും ഒറ്റ വാക്കിൽ പറഞ്ഞു, ഹാദൽ അമീനു റദീന, ഹാദൽ അമീനു റദീന. ഇദ്ദേഹത്തെ പറ്റും, ഇയാൾ തരക്കടില്ല, എല്ലാവർക്കും സുസമ്മതൻ എന്നതിന് പറയാം. അതാണ് ക്രെഡിബിൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും സമ്മതം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ ആ രീതിയിൽ കണ്ടതുകൊണ്ട് അതുവരെ ജീവിച്ച ജീവിതത്തിന്റെ റിസൾട്ടാണ്. പ്രവാചകർ പ്രബോധനം നടത്തിയത് വലിയ പ്രസംഗം നടത്തിയിട്ടൊന്നുമല്ല, ആ വ്യക്തിത്വം കണ്ടുകൊണ്ട് ആളുകൾ ഇങ്ങനെ കൂടിയിരിക്കുക. ആളുകളെ തന്നിലേക്ക് ആകർഷിക്കാൻ പറ്റിയ വ്യക്തിയാവണം ഇത് കൊണ്ടു നടക്കുന്ന ആള്. നമ്മൾ ഒരുപാട് ആളുകളോട് മിങ്കിൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാ. പഴയ അവസ്ഥയല്ലപ്പോ. അവിടെയൊക്കെ നമുക്കൊരു ബലം വേണം. ഞാൻ നേരത്തെ പറഞ്ഞ ഹുദൈഫ റളിയല്ലാഹു തആല ഒരു ഉപദേശമുണ്ട്. എനിക്കെന്റെ പ്രിയപ്പെട്ട സംഘടനാ പ്രവർത്തകരോട് ഉപദേശിക്കാനുള്ള ഒരു കാര്യം, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച്, നമുക്ക് എല്ലാവരുമായിട്ട് ഇടപെടേണ്ടി വരും, അല്ലാത്തവർക്ക് ഇടപെടേണ്ടി വരും. എല്ലാ ജാതി മതസ്ഥരോടും സകല ആളുകളോടും ഇടപെടേണ്ടി വരും. അവിടെയൊക്കെ ഇടപെടാം, ഇസ്ലാമിന് അനുമതി തന്നിട്ടുണ്ട്. ഹുദൈഫ റളിയല്ലാഹു തആല തന്റെ സഹപ്രവർത്തകരോട് സ്ഥിരമായി പറയുന്നൊരു വാക്കുണ്ട്, താരീഖിലുണ്ട്. അതെന്താ പറഞ്ഞതറിയോ?
ഖാലിസുൽ മുഅ്മിന വ ഖാലിത്തുൽ കാഫിറ. നിങ്ങൾ മുസ്ലിങ്ങളോട് മുസ്ലിം അല്ലാത്തവരോട് ഇടപെടേണ്ടി വരും. മുസ്ലിങ്ങളോട് നിങ്ങൾ ശരിക്കും ഖാലിസുൽ മുഅ്മിന വ ഖാലിത്തുൽ കാഫിറ. കാഫിരീങ്ങളോട് സത്യം നിഷേധിക്കുക. കാഫിർ എന്ന് പറഞ്ഞാൽ അപകടമൊന്നുമല്ല, സത്യത്തെ നിഷേധിക്കുന്ന ആൾക്കാരാ. ഇസ്ലാം അല്ലാത്ത ആൾക്കാരോട് ഇടപഴകേണ്ടി വരും. മുസ്ലിങ്ങളെ കൂട്ടത്തിൽ ആത്മാർത്ഥമായി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നിർവഹിക്കേണ്ടി വരും. ഇതൊക്കെ നിങ്ങൾ ചെയ്തോ. പക്ഷേ മൂന്നാമതൊരു വാക്ക് പറഞ്ഞു, നിങ്ങളെ മതത്തിന് പരിക്കേൽക്കുന്ന പണി ചെയ്യാൻ പാടില്ല. അത്രേ ഉള്ളൂ. നിങ്ങളെ വ്യക്തിത്വത്തിന് പരിക്കേൽക്കുന്ന പണി ചെയ്യാൻ പാടില്ല. നിങ്ങളെ സുഹൃത്ത് ഒരു പക്ഷേ മദ്യപിച്ചേക്കാം, നിങ്ങൾ അതിലേക്ക് പോകാൻ പാടില്ല. നിങ്ങളെ സുഹൃത്ത് ഒരു പക്ഷേ നിസ്കരിച്ചില്ലായിരിക്കാം, അതിലേക്ക് പോകാൻ പാടില്ല. നമ്മുടെ മതത്തിന് പരിക്കേൽക്കുന്ന പണി ഒഴിച്ച് ബാക്കി എല്ലാത്തിനും സഹകരിച്ചു. ഇത് പറഞ്ഞത് ഹുദൈഫ റളിയല്ലാഹു തആല, നല്ലൊരു വാചകമാണ്. മതേതര രാജ്യത്ത് ജീവിക്കുന്ന നമ്മളൊക്കെ ഉൾക്കൊള്ളേണ്ട ഒരു വാക്കാണ്. അള്ളാഹു അങ്ങനെ തന്നെ പോകാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. രണ്ടാമത്തെ ഗുണം എന്താ പറയുക, ഒരു നേതൃരംഗത്തിരിക്കുന്ന ആൾ കിത്മാനു സിർ, രഹസ്യം കാത്തു സൂക്ഷിക്കുക. ഒരു സംഗതി ആദ്യം വാട്സപ്പിൽ ഇടുന്ന ആളാണ്, അയാൾക്കാണ് കൂലി കൂടുതലെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അങ്ങനെ ഒരു വിശ്വാസം നമ്മൾ ആൾക്കാർക്കുണ്ട്. ഞാൻ വെറുതെ പറയല്ല. ഖാദി മാസം ഉറപ്പിക്കും മുമ്പ് വാട്സപ്പ് ഖാദിമാർ ഉറപ്പിച്ചല്ലോ. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുകയാണ്. അവിടെ നമ്മൾ ഒരിക്കലും നേതൃത്വത്തെ മറികടക്കുന്നവരാകരുത്. മറ്റൊന്ന് അൽ വഫാഉ ബിൽ അഹ്ദ്, ഏറ്റെടുത്ത കാര്യം കൃത്യമായി നിർവഹിക്കുക. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണം, തനിക്ക് വേണ്ടിയല്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ നമ്മുടെ വിശ്വാസത്തിലും പ്രവർത്തനത്തിലും എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഇസ്ലാം കൃത്യമായി പറയും. നമുക്ക് മാർഗരേഖയുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് ബദലുൻ നസിഹ, ഗുണകാംക്ഷ മനോഭാവം. നാലാമത്തേത് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞതാ. വലിയ ദീർഘദൃഷ്ടിയും കാഴ്ചപ്പാടുള്ള വലിയ പണ്ഡിതനാണ്. ആ ഇമാം ഷാഫി തങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞ വാചകമാണത്. കൃത്യമായി പറഞ്ഞു ഇമാം ഷാഫി തങ്ങൾ. എല്ലാവരെയും ചേർത്ത് പിടിക്കലാണ് ബദലുൻ നസിഹ. എൻ്റെ ആൾക്കാരെ മാത്രമല്ല, ഗ്രൂപ്പ് ആവലല്ല. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ സ്വന്തമായി. അതുപോലെ തന്നെ അദാ ഉൽ അമാന, സത്യസന്ധത കാത്തു, അമാനത്ത്. സാമ്പത്തിക രംഗത്തൊക്കെ വലിയ സൂക്ഷ്മത വേണം. ഒരു മനുഷ്യനെ സമൂഹത്തിൽ ഇടിച്ചു താഴ്ത്താൻ പറ്റുന്ന ഏറ്റവും വലിയ വിഷയം സാമ്പത്തികമാണ്. അവിടെ നമ്മൾ എപ്പോഴും വളരെ സൂക്ഷ്മത, അമാനത്ത്, പൊതുമുതൽ, അതും ഒന്ന് സൂക്ഷിക്കണം. അത് ഒരാളെ ബാധിക്കുന്ന വിഷയമല്ല, അത് പാർട്ടിയെ മൊത്തം ബാധിക്കും. ഇപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് ഒരു ആഹ്വാനം ചെയ്തു. വയനാട് ദുരന്തം ഒരു 30 കോടിയിലേക്ക് അതിങ്ങനെ അടുക്കുകയാണ്. കഴിഞ്ഞു. എന്തേ കാരണം? ജനങ്ങൾക്കുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം കോടികളാണ്. മറ്റെവിടെയും അത്ര വലിയ സംഭവം വന്നിട്ടില്ല. അമുസ്ലിങ്ങൾ പോലും എഴുതിയില്ലേ? പാണക്കാട് തങ്ങൾ കേരളത്തിന്റെ ബജറ്റല്ല അവതരിപ്പിക്കുന്നത്, അദ്ദേഹം കേരളത്തിന്റെ ധനകാര്യമന്ത്രിയല്ല. എന്നിട്ട് പോലും അദ്ദേഹം ചെയ്യുന്ന ഈ സേവനം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയത് അമുസ്ലിങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ അറിയുന്ന കാര്യമായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്രയും പണം ഒഴുകിയെത്തിയത്? അത് തങ്ങളിലും ഈ പാർട്ടിയിലുമുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയാം. ഒരു വിശ്വാസമാണ്. അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊന്നുമല്ല. കാലങ്ങളായി ചെയ്ത ഒരു ക്രെഡിബിലിറ്റിയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് അത് അത്ര വലിയ വിജയം. ഒരു വൈകാരിക വിഷയമായിട്ട് കൂടി ഇത്ര വലിയ വിജയം. ആ വിജയത്തിന്റെ പിന്നിൽ നമ്മൾ അഹങ്കരിക്കൽ, അത് അദാ ഉൽ അമാനത്താണ്. ആ അമാനത്ത് ഇപ്പം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹായം കൊടുത്തു, വാഹനങ്ങൾ കൊടുത്തു, അതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അന്തസ്സുണ്ടാകൂ എന്ന് കേരളം തെളിയിച്ചു കഴിഞ്ഞൊരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അതിനിടക്കാണ് നമുക്ക് ഈ ഏറിയ ഭിന്നിപ്പുകളൊക്കെ ഉണ്ടാകുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വിഷയം നമ്മുടെ പൂർവികരായ പണ്ഡിത നേതാക്കൾക്ക് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ ആ നേതാക്കൾ ഈ തരത്തിലൊക്കെ രാഷ്ട്രീയത്തെയും മതത്തെയും ഒരുമിച്ച് കൊണ്ടുപോയത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ബഹുമാനപ്പെട്ട KT മാനു മുസ്ലിയാർ, അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. നല്ല ദിശനാശാലിയായ പണ്ഡിതനായിരുന്നു. 1992 മെയ് മാസം 23, 24 തീയതികളിൽ 92 ബാബരി മസ്ജിദിന്റെ പ്രശ്നം കത്തിജ്വലിച്ചു നിൽക്കുന്ന സമയം. ആ സന്ദർഭത്തിലാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇതൊരു വലിയ വിഷയവും വെല്ലുവിളിയുമായി ഏറ്റെടുത്ത് വലിയ യോഗങ്ങൾ സംഘടിപ്പിച്ച് ഓൾ ഇന്ത്യ മില്ലി കൗൺസിലൊക്കെ രൂപപ്പെടുന്ന സമയമാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട യോഗം ഞാൻ പറഞ്ഞ ഈ തീയതിക്ക് 92 മെയ് 23, 24 തീയതികളിൽ ബോംബെയിലെ മോർലാൻഡ് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നിരുന്നു. ഈ മോർലാൻഡ് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നിരുന്ന ആ യോഗത്തിൽ എല്ലാ മതസംഘടനകളുടെയും പ്രതിനിധികൾ ക്ഷണിച്ചിരുന്നു. കൂടുതൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേരളത്തിലെ ഒരു പ്രബല സംഘടനയായതുകൊണ്ട് അതിനെയും ക്ഷണിച്ചിരുന്നു. എല്ലാ സംഘടനയും ക്ഷണിച്ചിരുന്നു. സമസ്തയുടെ പ്രതിനിധിയായിട്ട് അവർ ക്ഷണിച്ചത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരെയാണ്. അദ്ദേഹം അതിന് ചുമതലപ്പെടുത്തി മാനു മുസ്ലിയാരെ സമസ്തന്റെ പ്രതിനിധിയായി പോകാൻ. മാനു മുസ്ലിയാർ ആ യോഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആ യോഗത്തിൽ അവതരിപ്പിക്കേണ്ട ഒരു പ്രബന്ധം തയ്യാറാക്കി. ആ പ്രബന്ധം കണ്ട ആളാണ് ഞാൻ.
അത് കോഴിക്കോട് കൊണ്ടുവന്ന ഓഫീസിൽ ശംസുലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർക്ക് വായിച്ചു കൊടുത്തു. അദ്ദേഹം അംഗീകരിച്ചതിന് ശേഷമാണ് ആ പ്രബന്ധവും കൊണ്ട് മാനു മുസ്ലിയാർ ബോംബെയിലെ മോർലാൻഡ് കമ്മ്യൂണിറ്റി ഹാളിലെ ഓൾ ഇന്ത്യ മില്ലി കൗൺസിലിന്റെ ആ പ്രാരംഭ യോഗത്തിലേക്ക് പോകുന്നത്. അതിൽ മാനു മുസ്ലിയാർ എന്താണ് പറഞ്ഞത് എന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറയുന്നതല്ല, മാനു മുസ്ലിയാർ എഴുതിയൊരു പുസ്തകമുണ്ട്, ഓർമ്മയുടെ കയ്യൊപ്പ് എന്നാണ് അതിന്റെ പേര്. ഇപ്പോഴും അത് വിപണിയിലുണ്ട്. ദാറുൻ നജാത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചതാണ്, കരുവാരക്കുണ്ടിൽ നിന്ന്. ഓർമ്മയുടെ കയ്യൊപ്പ് മാനു മുസ്ലിയാർ എഴുതിയതാണ്. അതിൽ അദ്ദേഹം ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട്. ആ പ്രബന്ധത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചത് 3 പോയിന്റുകളാണ്. ആ 3 പോയിന്റും അതിൽ പറയുന്നുണ്ട്. ഒന്നാമത് പറഞ്ഞത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയ ബോധം അനിവാര്യമാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ മതബോധം മാത്രം പോരാ, രാഷ്ട്രീയ ബോധവും വേണം. ഇന്ത്യയിലായതുകൊണ്ട്, സൗദിയിലാണെങ്കിൽ നമുക്ക് അത്ര ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, UAE-യിലാണെങ്കിൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു മതേതര രാജ്യമായ ഇന്ത്യയിൽ ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായ അമുസ്ലിങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോൾ, അമുസ്ലിങ്ങൾ മുഴുവൻ ഇസ്ലാമിന്റെ ശത്രുക്കളെന്ന് ഞാൻ പറയുന്നില്ല, അതൊരു ചെറിയ ശതമാനമുള്ളൂ. പക്ഷേ ഇസ്ലാമിനെ അറിയാത്തവരാണ് ബഹുഭൂരിപക്ഷം. ഇന്ത്യയിലെ അമുസ്ലിങ്ങൾ 2-3 ടൈപ്പാണ്. ഒന്ന് ഇസ്ലാമിനെ കുറിച്ച് അറിയാവുന്നവരും ഇസ്ലാമിനെ മനസ്സിലാക്കിയവരും, അവരവരുടെ മതത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരു കൂട്ടർക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയാത്തവർ, ഒരു കൂട്ടർ ഇസ്ലാമിനെ ശത്രുവായി കാണുന്നവർ, ഭൂരിപക്ഷം അമുസ്ലിങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയ ബോധം അനിവാര്യമാണ് എന്ന് ഒരു മതപണ്ഡിതൻ പറയാം. 3 പോയിന്റാണ് അദ്ദേഹം അതിൽ അവതരിച്ചത്. അത് അതിന്റെ എക്സ്പാൻഷൻ, അതിങ്ങനെ വിശദീകരിച്ചതിന്റെ കാര്യകാരണങ്ങൾ പറയുന്നുണ്ട്. രണ്ടാമത്തേത് സമ്മതിദാനാവകാശം ഒന്നിച്ചു വിനിയോഗിക്കണം. അദ്ദേഹം പറയാം, ഓരോ മുസ്ലിങ്ങളും പോയി പല പെട്ടിയിലും വോട്ടിടുന്നതിന് പകരം ഒരേ പെട്ടിയിൽ കൊണ്ടുപോയി വോട്ടിടണം എന്നതിന്റെ അർത്ഥം. സമ്മതിദാനാവകാശം ഒരുമിച്ച് വിനിയോഗിക്കണം. അതിന് മുന്നണി സംവിധാനമൊക്കെ വരും. മൂന്നാമത് പറഞ്ഞു, വിവിധ സംഘടനകളിൽ നമ്മൾ ലയിച്ചു കഴിഞ്ഞാൽ വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോകും. ആ പുസ്തകത്തിൽ ഇപ്പോഴും ഉണ്ട്. ആ പ്രബന്ധം ഞാൻ കണ്ടതാ. ഒരു വലിയ പണ്ഡിതൻ, മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറി ആയ വ്യക്തി ഈ കൃത്യമായ ഖായിദെ മില്ലത്തിന്റെ രാഷ്ട്രീയ സംവിധാനമാണ്, ഖായിദെ മില്ലത്തിന്റെ അതേ കാഴ്ചപ്പാടും ഖായിദെ മില്ലത്ത് പറഞ്ഞ അതേ ആശയവുമാണ് തന്റെ പ്രബന്ധത്തിൽ ഓൾ ഇന്ത്യ മില്ലി കൗൺസിലിന്റെ യോഗത്തിൽ പോയി അവതരിപ്പിച്ചത്. അപ്പൊ ഒരു പണ്ഡിതന്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് ബോധ്യപ്പെടാൻ ഇതിലപ്പുറം എന്താ വേണ്ടത്? എന്നിട്ട് ഇപ്പൊ ചില ആളുകൾക്ക് അത് ബോധ്യപ്പെടുന്നില്ല എങ്കിൽ ആർക്കാണ് കുഴപ്പം? ഇപ്പൊ ഒന്നിനെ നശിപ്പിക്കാനും സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാനും ശ്രമിക്കുന്ന ആളുകൾ ഒന്ന് ആലോചിക്കണ്ടേ? ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ഒരു സമീപനമല്ലേ ചെയ്യുന്നത്? മതനിഷേധികളായ ആളുകൾ നമുക്ക് വല്ല ഗുണവും ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അടിസ്ഥാനപരമായി നമുക്ക് വല്ല ഗുണവും കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കൂ. അവർക്ക് 2 നേട്ടമുണ്ടോന്ന്, മതത്തെ തളർത്താം, രാഷ്ട്രീയത്തെയും തളർത്താം, മുസ്ലിങ്ങളുടെ മതസംഘടനയും തളർത്താം, സമത്വയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെയും തളർത്താം. രണ്ടും തളർത്താൻ അവർ അതിന് കിട്ടുന്ന വേദി അവർ ഉപയോഗിക്കുക. അതിൽ വീണു പോകുന്നവർക്ക് പിന്നീടല്ലേ കാര്യം തിരിച്ചറിയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ചിന്തിച്ചിട്ട് ഫലമില്ലല്ലോ. പണ്ട് CH മുഹമ്മദ് ഖായ സാഹിബ് പറഞ്ഞ പോലെ, ഒരു ദേശത്തിന് കിണറ്റിൽ കയറിയാൽ 100 ദേശത്തിന് തിരിച്ചു കയറാൻ പറ്റൂലല്ലോ. വീണു പോയാൽ പോയില്ലേ? ഇതാണ് നമ്മൾ മനസ്സിലാക്കി. ഇനി പൂർവ്വകാല നേതാക്കളുടെ ചരിത്ര ചിത്രങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. പുതുതലമുറക്ക് പറഞ്ഞു കൊടുക്കണം. അത് പഴയ കാലത്ത് ഈ നീലഗിരിയിൽ അന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് 1937 കാര്യമാണ് പറയുന്നത്. അന്ന് പശ്ചിമതീര മണ്ഡലം എന്ന് പറയുന്നൊരു മണ്ഡലമാണ്. ഈ പശ്ചിമതീര മണ്ഡലത്തിൽ മത്സരം നടക്കുന്ന സമയത്ത് സർവേന്ത്യ മുസ്ലിം ലീഗുകളുടെ കാലത്താണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ല. അന്ന് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സഹായകമായി രൂപീകരിച്ച കമ്മിറ്റിയിൽ പ്രചരണ ചുമതല, അതായത് ഈ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള പ്രചരണ ചുമതല ശരിക്കും നിർവഹിച്ചിരുന്നത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. അതേ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ശക്തനായ നേതാവ്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയുടെ പ്രചരണ ചുമതല അദ്ദേഹം ഏറ്റെടുത്തു. ഇത് എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ സ്മരണികയിൽ. രാഷ്ട്രീയ രംഗത്ത് അത്ര സജീവമായി പ്രവർത്തിച്ചു അദ്ദേഹം. ഞാനീ പറയുന്നതിന്റെ അർത്ഥം എല്ലാ സമസ്തക്കാരും ലീഗാരാവണമെന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് നമ്മുടെ പാരമ്പര്യത്തെ മറക്കരുത്, നശിപ്പിക്കാൻ ശ്രമിക്കരുത്. നമ്മൾ തമ്മിൽ ഭിന്നതയുണ്ടായാൽ ചിരിക്കുന്ന കുറെ ആളുകളുണ്ടാവും. അതിന് അവസരം നഷ്ടപ്പെടുത്തണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അടുത്ത പ്രദേശമായ അരീക്കോട്ട് പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ വന്നിട്ട് മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിൽ കമ്മ്യൂണിസത്തെ കുറിച്ച് ഘോര പ്രസംഗിച്ചത് അദ്ദേഹത്തിന്റെ ചരിത്ര പുസ്തകത്തിലുണ്ട്. പറവണ്ണയുടെ അവരൊക്കെ ആദ്യകാല നേതാക്കളാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം ശരിക്കും കമ്മ്യൂണിസം എന്താണെന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതിയ പുസ്തകത്തിൽ ഞാൻ വായിച്ചത്. ഞാൻ പറഞ്ഞ ഈ 2 പുസ്തകവും ഇപ്പോഴും നിങ്ങൾക്ക് കിട്ടും. ആ വ്യക്തികൾ ജീവിച്ചതിന്റെ ചിത്രമാണ് അതിൽ കാണുന്നത്.
ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയുന്ന സംവിധാനം കേരളത്തിൽ 10,000-ൽ പരം മദ്രസ നടത്തുന്നുണ്ട്. അത് ഒരു വിദ്യാഭ്യാസ ബോർഡ് എന്ന ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചാൽ KP ഉസ്മാൻ സാഹിബാണ്. KP ഉസ്മാൻ സാഹിബാണ് അതിനെ അലകും പിടിയും നേരെയാക്കി ഒരു വലിയ വിദ്യാഭ്യാസ സംവിധാനമാക്കി മാറ്റിയത്. ഈ KP ഉസ്മാൻ സാഹിബ് MSFന്റെ പ്രഥമ ജനറൽ സെക്രട്ടറിയാണ്. MSFിലൂടെയാണ് വളർന്നു വന്നത്. ബാഫയ്ക്ക് തങ്ങൾ പിന്നെ കൊണ്ടുപോയി സമസ്തയുടെ ഓഫീസിൽ അദ്ദേഹത്തെ ഇരുത്തി ഓഫീസ് സെക്രട്ടറിയാക്കി മാറ്റിയപ്പോൾ സജീവ രാഷ്ട്രീയം നിർത്തിവെച്ചതാണ്. ഇതെവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒക്കെ ഞാൻ പറയുമ്പോൾ തെളിവ് വേണ്ടി വരും. KP ഉസ്മാൻ സാഹിബ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഇറക്കിയിട്ട് ദാറുദ്ദീൻ ഇറക്കിയിട്ടുള്ളത് വായിച്ചു നോക്കും, അതിലുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു തരും. 977 ഫെബ്രുവരി 28 കോഴിക്കോട് സംഘടിപ്പിച്ച മുസ്ലിം ലീഗിന്റെ മഹാസമ്മേളനത്തിൽ പൊതുസമ്മേളനത്തിൽ ദുആ ചെയ്യാൻ വന്ന ആളാണ്. പതാക ഉയർത്തുന്ന യോഗത്തിലേക്കാണ് അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നത് ദുആ ചെയ്യാൻ. പതാക ഉയർത്തുമ്പോൾ ദുആ ചെയ്യ ഒരു പണ്ഡിതന്റെ ദുആയോടുകൂടി തുടങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അദ്ദേഹം ഒന്നും വന്നില്ല, കരുതി കൂട്ടി വന്നില്ല. നീലഗിരിയിലേക്ക് 3ാം സമ്മേളനത്തിന്റെ അവസാന ദിവസമാണ് സ്റ്റേജിലേക്ക് വന്നത്. ചോദിച്ചു എന്തേ 1ാമത്തെ ദിവസം വരാതിരുന്നത്? അതിന് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, അദ്ദേഹത്തിന്റെ സ്മരണികയിലുണ്ട്. ഇതൊക്കെ ആധികാരിക. അദ്ദേഹം പറഞ്ഞു, അന്ന് കുറച്ചാളല്ലേ ഉണ്ടാവും, ഒരുപാട് ആളുകളിലപ്പോൾ ഇതിനെ ഉയർത്താൻ ദുആ ചെയ്യാനാണ് ഞാൻ വന്നത്. ഒരുപാട് ആമീൻ കിട്ടുമല്ലോ, ഈ സംഘടന നിലനിൽക്കേണ്ടതാണ്. ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാർ ഇത് നിലനിൽക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ 4 അയൽപക്കത്തേക്ക് എത്താത്ത ആൾക്കാർ ഇത് തകർക്കപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയും. മുസ്ലിം ലീഗിൽ സമസ്തക്കാരല്ലാത്ത ധാരാളം ആളുകളുണ്ടാവും, സമസ്തയിൽ മുസ്ലിം ലീഗ് അല്ലാത്ത ആൾക്കാരുണ്ടാവും. എന്നാലും പരസ്പരം കൊമ്പ് കോർക്കുന്ന ഏർപ്പാടുണ്ടായിട്ടില്ല. വിരോധം തീർക്കാൻ വേണ്ടി മതനിരീശ്വരത്വത്തെ ചേർത്തി പിടിക്കുന്ന ആൾക്കാരുണ്ടായിട്ടില്ല. അതൊക്കെ നമ്മൾ പഠിച്ചാൽ മതി. നമ്മൾ ഈ പറയുന്നത് ഒരു സംഘടനയുടെ സുഭദ്രമായ നിലനിൽപ്പിനാണ്. നമ്മുടെ പള്ളികൾ, മദ്രസകൾ, ദീനി സ്ഥാപനങ്ങൾ അത് ഭംഗിയായി മുന്നോട്ട് പോകണം. ഞങ്ങളോടൊക്കെ ഞങ്ങളുടെ MT ഉസ്താദ് എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ പറഞ്ഞൊരു വാക്കുണ്ട്, അദ്ദേഹം ഇടക്കിടക്ക് പറയുന്നത്, ഒമാനൊക്കെ അറിയാം. സമുദായത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുമ്പോൾ പ്രധാനമായും അടുപ്പിന്റെ കല്ല് 3 വേണം. ആ 3 കല്ലുമ കൂട്ടി വെച്ച പോലെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ്. അനുബന്ധമായി ഒരുപാട് സംഘടനകൾ കേരളത്തിലുണ്ട്, അവരുടെയൊക്കെ സഹായങ്ങൾ മുസ്ലിം സമൂഹത്തിന് കിട്ടുന്നുണ്ട്. എല്ലാവരെയും കൂട്ടിച്ചേർത്തി പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് നമ്മുടെ സമൂഹത്തിൽ ഭിന്നമായി വന്നാൽ അത് അപകടമായിരിക്കും. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു വാട്സപ്പിലോ ഫേസ്ബുക്കിലോ കയറിയിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കളെയോ അതിന്റെ ആരാണെങ്കിലും ശരി ഉത്തരവാദപ്പെട്ട രംഗത്തിരിക്കുന്ന നേതൃത്വം നിലനിൽക്കുന്ന ഉത്തരവാദപ്പെട്ട നേതാക്കളെ നമ്മൾ ആക്ഷേപിക്കാൻ പോകരുത്. നമ്മളൊരു കക്ഷി ചേരണ്ട. അതിനിടക്ക് ഫേക്ക് ഐഡിയിൽ ആളുകൾ വന്നിട്ട് തമ്മിൽ തല്ലിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത് അപകടമാവും. മതസംഘടനയുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇത്തരം കൺവെൻഷനിൽ എനിക്ക് കിട്ടുന്ന അവസരത്തിൽ ഞാൻ പറയാറുണ്ട്, പാണക്കാട് കുടുംബത്തെ ആക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ പോസ്റ്റ് ഇടാൻ നിൽക്കണ്ട, എഴുതാൻ നിൽക്കരുത്. അത് അപകടം ചെയ്യും, സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കും. 2 കൂട്ടരും അത് ശ്രദ്ധിച്ച് ഈ ബന്ധം തകരാതെ പോകാനുള്ള കരുതലുകളാണ് ആവശ്യം. നമുക്ക് ഏറ്റവും ആവശ്യം ഈ കരുതി വെക്കലുകളാണ്. എന്തും എഴുതാം ആൾക്കും, പൊക്കുന്നതിനനുസരിച്ച് പൊങ്ങിയാൽ നിലനിൽപ്പുണ്ടാവില്ല. നിൽക്കുന്ന തറയുടെ അന്തസ്സ് മനസ്സിലാക്കണം ആദ്യം. വാക്ക് കയ്യിൽ നിന്ന് വിട്ടാൽ, എഴുത്ത് കയ്യിൽ നിന്ന് വിട്ടാൽ അപകടമാണ്. അൽ ഖൗലു കൽ ലബനിൽ മഹ്ലൂബ് എന്നാണ് നമ്മൾ പറയുന്നൊരു വാക്ക്. കറന്നെടുത്ത പാല് പോലെയാണ്, തിരിച്ച് അകിട്ടേക്ക് കയറ്റാൻ പറ്റൂല. നമ്മുടെ ഒരു വാക്ക് പ്രസംഗിച്ചു അല്ലെങ്കിൽ പറഞ്ഞു എഴുതി, അൽ ഖൗലു കൽ ലബനിൽ മഹ്ലൂബി ലൈസ ലഹു റദ്ദുൻ ഫകൈഫ യറുദ്ദുൽ ഹാലിബുൽ ലബനാന. കറന്ന ആളെങ്ങനെ പാൽ അകിട്ടിലേക്ക് പിന്നെ തിരിച്ചു കയറ്റാൻ കഴിയില്ലല്ലോ. പറഞ്ഞ വാക്ക് പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. വേദനിപ്പിക്കുന്ന സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്ന വാക്ക് നമ്മൾ ആരും പറയാൻ പാടില്ല. ഓരോ സംഘടനാ പ്രവർത്തനം മനസ്സിലാക്കേണ്ട, ഒരിക്കലും ഒരു മനുഷ്യൻ ദുൽവജ്ഹൈനി ആകാനും പാടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ഒരിക്കലും ദുൽവജ്ഹൈനി 2 മുഖമുള്ളവനാകാൻ പാടില്ല. 2 മുഖം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അടിയിലൊക്കെ ഉണ്ടാവും. അങ്ങനെ നല്ല സംഘടനാ പ്രവർത്തനമായിരിക്കും, പക്ഷെ പ്രസിഡന്റിന് എത്തുമ്പോൾ ഒന്ന് പറയും, സെക്രട്ടറി വേറൊന്നും എന്ന് പറയും. 2 ആളെയും കൂട്ടി ഇങ്ങനെ 2 ആളി ആളാവും. ആ ജാതി ആൾക്കാര് ഏറ്റവും ഇന്നമിൻ ഷിറാറിന്നാസി എന്ന ഹദീസ്, ഏറ്റവും നീചന്മാരായ ആൾക്കാരാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ ശരിക്കും നമ്മുടെ കടമകൾ കൃത്യമായി നിർവഹിക്കുക, അതാണ് പ്രധാനം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹകരണം ഇത് 2ലും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സ്വത്വം നഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇപ്പൊ നമ്മുടെ വഖഫ് സ്വത്തുമല കയറി പിടിച്ചിട്ടുള്ളത്, മയ്യത്തെ പോലും മറവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നാളെ വന്നു വരും. അത്രയും ഗൗരവത്തിലല്ലേ വിഷയം പോകുന്നത്. നിങ്ങൾ പഠിച്ചു നോക്ക്. അവരിറക്കി അതിന്റെ മാനിലൊക്കെ ഓരോന്ന് പരിശോധിച്ചാൽ CEOക്ക് ഒരു വിലയില്ല. മാത്രമല്ല, നോക്കൂ,
വഖബ് പുതിയ ദ ബിൽ പ്രപ്പോസ് ടു അലോ ഈവൻ എ നോൺ മുസ്ലിം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. എക്സിക്യൂട്ടീവ് ഓഫീസർ നോൺ മുസ്ലിം ആകാം. വഖബിന്റെ കാര്യം തീരുമാനിക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ എങ്ങനെ നോൺ മുസ്ലിം ആവല്? മാത്രമല്ല പിന്നെ പറയുന്നത് എന്താ? ആൻഡ് അറ്റ്ലീസ്റ്റ് 2 നോൺ മുസ്ലിം മെമ്പേഴ്സ് ടു ബി അപ്പോയിന്റഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ടു ദ വഖബ് ബോർഡ്സ്. ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിനെയും വഖബ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെങ്കിലും നിയമിച്ചോളണം. മാത്രമല്ല എല്ലാ പരമാധികാരിയും കലക്ടർക്കാ. ദ ബിൽ എംപവേഴ്സ് ദ കലക്ടർ ആസ് ദ ആർബിറ്റർ. കലക്ടറാണ് തീരുമാനമെടുക്കേണ്ട ആള്. ഇത് വഖബ് ഭൂമിയാണോ അല്ലേ എന്ന് പരിശോധിച്ചാൽ പിന്നെ തീരുമാനിക്കേണ്ടത് എങ്ങനെയാ? വഖഫ് ട്രിബ്യൂണലാണ്. വഖഫ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ എന്താ? അത് ചെറുതല്ല. ഉത്തരവാദപ്പെട്ട ജഡ്ജിമാരാണ് അവിടെ ഇരിക്കുക. അത് പറ്റില്ല എന്നാ പറയുന്നത്, കലക്ടർ തീരുമാനിക്കുന്ന പറയുന്നത്. അപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ ഗവൺമെന്റ് തീരുമാനം കലക്ടറെ കൊണ്ട് നടപ്പാക്കിക്കാം. അത് തന്നെ അതിനുവേണ്ടി ചെയ്യുന്ന പണിയാണ്. ഇത്രയും രൂക്ഷമായ അപകടകരമായ വിഷയം നമ്മുടെ കൺമുന്നിൽ നിൽക്കുമ്പോൾ, ഏക സിവിൽ കോഡിന്റെ പ്രഖ്യാപനം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, നമ്മൾ ഈ താഴെ തട്ടിൽ ഭിന്നതകൾ ഉണ്ടാക്കുന്നത് കൊണ്ടുള്ള അപകടം എന്താണ്? അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സമുദായത്തിലെ ഓരോരുത്തർക്കും സംഘബലത്തിന്റെ സംഘബോധത്തിന്റെ പ്രാധാന്യം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, ചെറുപ്പക്കാരെ കുട്ടികൾക്ക്. കാരണം അവർക്ക് അത് അറിയില്ല. കാരണം എന്തുകൊണ്ട്? അവർ വേർത്തിട്ടില്ല, അവർ വെയിലത്ത് നിന്നിട്ടില്ല, അവർ കട്ടപ്പെട്ടിട്ടില്ല. അവർ നല്ല സൗകര്യമുള്ള സമയത്ത് ഇങ്ങനെ കയറി വന്ന ആൾക്കാരാണ്. എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉള്ള സമയത്ത് കയറി വന്ന കുട്ടികളാണ്. അവർക്കൊരു ബുദ്ധിമുട്ട് വന്നല്ല. ഇന്നലെ ബുദ്ധിമുട്ട് സഹിച്ച ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നമ്മളിതൊക്കെ നേടിയെടുത്ത് കൊണ്ടുവന്നത് എങ്ങനെയാ? നമ്മുടെ രാഷ്ട്രീയ ശക്തി കൊണ്ട് ഭരണതലത്തിൽ സ്വാധീനം ചെലുത്തിയും ഭരണത്തിൽ പങ്കുവഹിച്ചും നേടിയെടുത്താണ് ഇതൊക്കെ.